സനാതനധർമ്മം എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം, എൻ്റെ ശക്തി എന്ന സന്ദേശമുയർത്തി 12ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് തുടക്കമായി. ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സന്ദേശവും ലക്ഷ്യവും ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ വിശദീകരിക്കുന്നു. സനാതനധർമ്മം എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം, എൻ്റെ ശക്തി എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം. ഹൈന്ദവ ശക്തി ഉയർന്നു വരണം എന്നുള്ളതാണ്. ഇവിടുത്തെ പാളയം ഇമാം, അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ പാതിരി, ഹിന്ദുത്വങ്ങളുടെ ആൾക്കാരായിരിക്കുന്ന ആ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു വ്യക്തി, ഇങ്ങനെ 3 വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. വെറും മതം മാത്രമല്ല, ഞങ്ങൾ ധർമ്മം, ഹിന്ദു ധർമ്മ പരിഷത്ത് എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സർവ്വകാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 12 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ് ഈ വർഷം, അതായത് 12 വർഷം. എല്ലാ വർഷവും ഓരോ സന്ദേശങ്ങൾ നമ്മൾ വയ്ക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാരി ശക്തിയായിരുന്നു, അതിന് മുമ്പത്തെ വർഷം നമ്മൾ യൂത്ത് കോൺക്ലേവ് ആയിരുന്നു നമ്മൾ മുമ്പോട്ട് വെച്ചത്. അങ്ങനെ ഓരോ വർഷവും ഓരോ സന്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കും. ഈ വർഷം സനാതനധർമ്മം എൻ്റെ വിശ്വാസം, എൻ്റെ അഭിപ്രായം, എൻ്റെ ശക്തി എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം. അതായത് സനാതനധർമ്മത്തിനെതിരായി വ്യാപകമായ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോ ഭാഗത്തും നടന്നു. അത് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് എത്തിക്കും. ഗണപതി മിത്താണെന്നും അതേപോലെ ഓരോ ഹൈന്ദവ വിശ്വാസങ്ങളെയും തകർക്കാനുള്ള പ്രവണത നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത് ഹൈന്ദവ ശക്തി ഉയർന്നു വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഏത് ശക്തിയെയാണോ ഒരു മിത്തെന്ന് പറഞ്ഞിരുന്നത്, ആ മഹാഗണപതിയുടെ പേരിൽ മഹാഗണപതി യജ്ഞം തന്നെ നമ്മൾ നടത്തി. അതിൽ പങ്കെടുത്തത് നിരവധി സ്ത്രീകളായിരുന്നു. കണ്ടെത്തിയ ഇത് കഴിഞ്ഞാൽ നാളെയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടന സമ്മേളനത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി തമ്പുരാട്ടി അതിൻ്റെ ദീപപ്രജ്വലനം. സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സംപൂജ്യനായ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ നാളെ ഉദ്ഘാടന കർമ്മം സന്ദേശമാണ്. 5 ദിവസത്തെ പരിപാടി. ഓരോ ദിവസവും നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ താഴെ സൈഡ് ഹെഡിങ് എന്നുള്ള നിലയ്ക്ക് ഓരോ വിഷയങ്ങൾ വെച്ചിട്ടുണ്ട്. 8-ാം തീയതി നമ്മൾ നവോത്ഥാനം കേരളത്തിൽ എന്നതാണ്. ഇന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ 9-ാം തീയതി മുന്നോട്ട് വയ്ക്കാൻ. അതുതന്നെയാണ് ചർച്ച, അതുതന്നെയാണ് സെമിനാർ. ഇതെല്ലാം 10-ാം തീയതി ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദു, ആലസ്യത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദു എന്നുള്ളതാണ്. 11-ാം തീയതി നമ്മൾ മറ്റൊരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നു. ആ വിഷയം ലോകം നമ്മുടെ ഒന്നാണ്, ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നാണെന്നുള്ളൊരു സന്ദേശമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതിനുമായി ബന്ധപ്പെട്ട ആൾക്കാർ അന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ പാളയം ഇമാം, അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ പാതിരി, ഹിന്ദുത്വങ്ങളുടെ ആൾക്കാരായിരിക്കുന്ന ആ ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു വ്യക്തി, ഇങ്ങനെ 3 വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. 12-ാം തീയതി അവസാന ദിവസമാണ്. അന്ന് യുവജന ദിനമാണ്, വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമാണ്. വിവേകാനന്ദ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ചെങ്കോട്ടൺ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്നു. അദ്ദേഹം വളരെ വർഷക്കാലം ഈ പരിപാടി ഹിന്ദു മഹാസമ്മേളനം ഇതേ മൈതാനത്ത് നടത്തി. സ്വാമി വിവേകാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് ജനങ്ങൾക്ക് ഉദ്ബോധിപ്പിച്ച മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം പിന്നീട് ഈ സമ്മേളനമെല്ലാം ഒരാശ്രമത്തിലേക്ക് മാറ്റി. അപ്പോഴാണ് തിരുവനന്തപുരത്തെ കുറച്ച് ചെറുപ്പക്കാർക്ക് തോന്നിയത്, നമുക്ക് എന്തുകൊണ്ട് ആ സമ്മേളനം ഏറ്റെടുത്ത് നടത്തിക്കൂട. അങ്ങനെയാണ് ഈ സമ്മേളനം 12 വർഷം മുമ്പ് നമ്മൾ നടത്താൻ തയ്യാറായത്. നമ്മളെ മുൻ കേരള മന്ത്രിയായിരുന്ന ആര്യാടൻ മോഹൻ, അദ്ദേഹം നമ്മളെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്, ഞാൻ ഹിന്ദുവാണ്, എൻ്റെ ബാപ്പ ഹിന്ദുവായിരുന്നു, എൻ്റെ ഉപ്പാപ്പ ഹിന്ദുവായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ഇസ്ലാമിക വിശ്വാസം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ പൂർവികർ ഹിന്ദുക്കളാണ്.
അത് വലിയ ഇത് കിട്ടിയതാണ്, പ്രചരണം കിട്ടിയൊരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ വിധത്തിൽ പല ആൾക്കാർക്കും ഇതിന് ഒരു ആധ്യാത്മികത മാത്രമല്ല, വെറും മതം മാത്രമല്ല, ഞങ്ങൾ ധർമ്മം, ഹിന്ദു ധർമ്മപരിഷത്ത് എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സർവ്വകാര്യങ്ങളും നടക്കുന്നത്. നടക്കാൻ പോകുന്ന ഹിന്ദു സമ്മേളനം 12ാമത്തേതാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാ ഹിന്ദുക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. ഈ സമ്മേളനം നല്ല വിജയമാക്കി തീർക്കാനായിട്ട് ഇവിടെയുള്ള സമൂഹത്തിൽ, ഈ സമാജത്തിലെ എല്ലാ ഹൈന്ദവരും ഒത്തുചേരുന്ന ഒരു സമ്മേളനമായിരിക്കും ഇതെന്ന് നമുക്ക് അത്രമാത്രം കോൺഫിഡൻസ് നമുക്കുണ്ട്. ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഈ 12ാം തീയതി വരെയുള്ള സമ്മേളനം, അതുപോലെ തന്നെ 12ാം തീയതി സമാപന സമ്മേളനത്തിൽ നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ് പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ പൊതു സമ്മേളനത്തിൽ ലാസ്റ്റ് ദിവസം 12ാം തീയതി അവരുടെയൊക്കെ ആയിട്ട് തന്നെ ഒരു സമ്മേളനം ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പിന്നെയും പ്രതീക്ഷിക്കുന്നു. എല്ലാ ഹൈന്ദവ വിശ്വാസികളെയും നമ്മുടെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, നിർത്തുന്നു. ഏവർക്കും നമസ്കാരം. സ്വാമി സത്യാനന്ദ സരസ്വതി അദ്ദേഹം രൂപം കൊടുത്ത് അനന്തപുരിയിൽ നമ്മുടെ പത്മനാഭൻ്റെ തിരുസന്നിധിയിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. അത് അതിൻ്റെ 12ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരവധി ഹോമങ്ങളും പൂജകളും അതേപോലെ സന്യാസി ശ്രേഷ്ഠന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും ഗവർണർമാരും മന്ത്രിമാരും അടക്കം പങ്കെടുക്കുന്ന ഒരു വിപുലമായ സമ്മേളനമാണ് ഈ അനന്തപുരിയിൽ അരങ്ങേറുന്നത്. ഇതിൻ്റെ എല്ലാ വിജയത്തിനായും, എല്ലാ മേന്മയോടും, എല്ലാ പ്രൗഢിയോടും, എല്ലാ അന്തസ്സോടും, അഭിമാനത്തോടും, ശക്തിയോടുകൂടി ഹിന്ദു മഹാസമ്മേളനം വിജയിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പത്മനാഭനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.